ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം നോക്കി തിരക്കിലായിരുന്നോ? പിന്നെ തിരക്കും. നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാവുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല, സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ, എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കാം. നീയാണ് അവനെ വഷളാക്കുന്നത്. എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഇത്? നാട്ടുകാർ സമ്മാനോ അതോ വീട്ടുകാർ സമ്മാനം? താലിക്കൊള്ളോടെ ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ എങ്ങാനും കേട്ട പിന്നെ പടം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. നീ കോഞ്ചറിങ്ങണ്ട? ഇല്ല, കാണണ്ടേ? ഇംഗ്ലീഷോട് അടിപൊളി പടം. എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ലേ? ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോടും. എന്തുടാ? സമയത്രടാ? ഉച്ചര. എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? പട്ടി പ്ലാൻ എന്താടാ? പാർട്ട് തന്ന കാരണം പ്ലാൻ എല്ലാം പാളിടാ. പൊട്ടി പാളി സാർ. പ്ലാൻ പൊളിഞ്ഞോ? ആ, എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ, നിനക്ക് ശരിക്കും അതോ ഓറാക്കിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാൻ പറടാ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ട് കിട്ടും. ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരം അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ അന്ന് കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും. സൂക്ഷിച്ചു വെക്കാം. വരണ്ട് വരണ്ട്. അതെല്ലാം നടക്കും. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ. അവരുണ്ട് വരുന്നുണ്ട്. അയാളുണ്ട്. എന്താ കാണിക്കണം? കുറച്ച് കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടാ. കൊളാക്കോ? അറിയാൻ പാടില്ല. ഇത് ചായ കാപ്പിയാ? അല്ലടാ, ചാപ്പിയാ. നമ്മൾക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല. നമുക്ക് വേറെ ലെവലാണ്. മതി മതി. നിന്റെ പീസ് വരാനുള്ള പരിപാടിയാണല്ലേ? നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ?
അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 ഉണ്ട്. അതിന് മുമ്പ് നിനക്ക് കല്യാണം കഴിച്ചാ ഫ്രഷാ. ദാ, കാണോ? എനിക്കാണ്ട. അല്ലേ എന്തായി ഇതായി എന്താ പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം ഇതെടാ പ്ലാൻ ബി പണ്ടം വരെ പുറത്ത് ചാവും. പ്ലാൻ ബി പ്ലാൻ ബാലസുത. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. അല്ല പിന്നെ ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ. ആണെന്ന് തോന്നണട്ടോ. ഒരു കടിക്ക് 2 പക്ഷി. എടാ നാളെ രാവിലെ സിനിമയ്ക്ക് പോകണം. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് പോലും നടക്കൂല, പറ്റൂല. ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. റെഡി? കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ പോ. ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? എന്തായിരിക്കും? പോരാ ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാളെ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ ഇത് കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എന്നാലും എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്. നീ പെൺകുട്ടിയാണെന്ന് പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന ടീന നിക്ക് പ്ലീസ്. നീ പറഞ്ഞിട്ട് പോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ഭാഷയിൽ. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? സ്റ്റാൻഡപ്പ്. നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. സ്റ്റാൻഡപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. തോന്നണോ? ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ല. നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ.
തീരുമാനമായില്ലേ? നമുക്ക് പോവാം. We be up in the club. Ha ha. Strong. Strong. It's not a toy. Ha. 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 പന്നി നിനക്കെന്താ ഞങ്ങളെ പണി അറിഞ്ഞാൽ മനസ്സിലായ? ടീനോ നിനക്ക് പെമ്പിള്ളേരെ വേഷം കിട്ടുള്ളൂ. ഈ പരനാരനെ കണ്ടല്ലോ. നമുക്ക് എന്ത് പണിയാ കൊടുക്കണ്ടേ? പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മര്യാദക്ക് മാപ്പ് പറയണം. മാപ്പും കോപ്പൊന്നും വേണ്ട. നീ മാപ്പി കുതേ പറഞ്ഞാ മതി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. മാപ്പി കുതേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ മാപ്പിക്കുതേ മാപ്പിക്കുതേ എന്ത് മാപ്പിക്കുതേ എന്താന്ന്? നീയൊക്കെ സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ? ബട്ടൺ സിറ എന്താ ഉണ്ടായത്? എന്നോട് ചോദിച്ചാ എന്താ ഉണ്ടായെന്ന്? സാറേ ഞങ്ങളൊരു തമാശക്ക്. എൻ്റെ ഒക്കെ ഒരു തമാശ. ഒരു ദിവസം എല്ലാവരും എൻ്റെ കയ്യിൽപ്പെടും. അന്നൊക്കെ നിന്റെ അവസാനത്തെ തമാശയായിരിക്കും. അതുവരെ കാക്കണോ സാർ? പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ടീനയും സോജേഷും ക്ലാസ്സിൽ പോയിക്കോ. ആ നിങ്ങളവിടെ നിൽക്ക്. നിങ്ങളെക്കാളും വലിയ വില്ലന്മാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മാറി കണ്ടോ നിന്റെയൊക്കെ മുൻഗാമികൾ. ഓ സാറാണ് ഇവരേക്ക് വലിയ നില എത്തിച്ചത്. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അവന് പരാതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടനെ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. നാളെ നിങ്ങളുടെ പേരൻസിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം. പോകോ. അത് പോരെ ലിംഗൻ സാറേ? ധാരാളം. എന്തേ ലാസ്റ്റ് പണി അല്ലെ നമ്മളിപ്പോ കുറെ ഉണ്ടാക്കും. ഇതൊന്നും ഫിൽട്ടർ ക്യാമ്പോ കോപ്പാണ്. അയാള് വെടിവെപ്പ് മേടിച്ച് ഓടി വന്നതാ. പിന്നെ അയാളെ വെടിവെപ്പ് കൂടിയിട്ട് പറഞ്ഞു വിട്ടതാ. ഗുരുത്വദോഷം അത് പറയരുത്. പ്രിൻസിപ്പൽ എന്താ പറഞ്ഞേ? ദിസ് ഈസ് ദ ലാസ്റ്റ് പണി. പിന്നെ ഞാൻ പറഞ്ഞു എന്താ അവരോട് നിങ്ങൾ എന്താ പറഞ്ഞേ? മാപ്പിക്കുതേ പറയിച്ചു. അതെന്തീ മാപ്പിക്കുതേ? മാത പിത ഗുരു ദൈവം. ക്ലാസ്സിൽ പോടി. നീ ക്ലാസ്സിൽ ഏതിലും പെണ്ണു കണ്ടിട്ട് പുറകെ പോണ്. നാണൂല്ലേ എല്ലാരുടെ അടുത്തും മാപ്പിക്കുതേ പറയിക്കാൻ? നമുക്ക് കൂടി പാതം ഉണ്ടോ? നമുക്ക് കൂടി മതമാണ് ഓർക്കണം. ബാ നമുക്ക് ക്ലാസ്സിൽ കയറാം. സാറൊന്നും പറഞ്ഞാൽ അവിടെ കാത്തിട്ടുണ്ട്. വരണം വരണം സാറുമാര് വരണം. ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ടി സി. സാരമില്ല, അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കെ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് 9ാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അസൈൻമെന്റ്സ് ആണ്. പക്ഷേ ഇവിടെ 2 അസൈൻമെന്റ്സിനും ഒരേ 100.
ഒന്ന് നമ്മുടെ ടീനയുടെ മറ്റേ വൈശാഖിന്റെ. ടീനെ വൈശാഖല്ലേ എഴുതി തന്നെ? വൈശാഖ് എന്നായിട്ട് എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി. ചെല്ലേ, അതല്ലേ വൈശാഖ് അതിന്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനെക്കൂടെ നിർബന്ധിച്ച് എഴുതിച്ചതാ. അതെയോ? എന്നാ ടീന എവിടെ ഇരിക്കും? വൈശാഖ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ കൊറേ കാട്ടുമുട്ടിയാൻ പറ്റും. ഗെറ്റ് ഔട്ട്. സൈലൻസ്. വണ്ടി വിടല സാറേ, ഞാൻ കയറിയിട്ടില്ല. ഇനിയിപ്പോ എവിടെ കയറിപ്പോ ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. ഇവിടെ സ്റ്റാർട്ടായിട്ട് കയറും. എന്നും സാറല്ലേ ഓടിക്കുന്നത്, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി നേരത്തെ ഓ ഇപ്പഴെങ്ങാൻ സ്റ്റാർട്ടാവോ? ഇല്ല, എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോരുത്, ഇവിടെ തന്നെ ചുറ്റിയിടുന്നു. വണ്ടിയുടെ ട്രിഗാൽമെന്റ് പിടിച്ചിടും വലിച്ചു. ഒന്ന് ആഞ്ഞ് തള്ളു സാറേ. സാറിന്റെ തള്ളു ലൂട്ടാപ്പി ലൂട്ടാപ്പി എന്നെ കൊണ്ട് ഹോംവർക്കും ചെയ്യാൻ വയ്യ. ഒന്ന് പോടും. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പിടിച്ച പണിയായിരിക്കും. എന്ത് പണിയാ സാറിന് കൊടുത്തത്? ഞാനെന്ത് പണി കൊടുക്കാനാടാ? ഈ എന്താണെന്ന് വെച്ചാൽ എന്റെ കൈ കിട്ടുമാരെ എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയ ചെന്നിക്കുത്ത്. ഇതുള്ളോണ്ടല്ലോ തനി ഓസിന് യാത്ര ചെയ്യുന്നു. വണ്ടീന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ടൊന്ന് പറഞ്ഞേരാ, പലതും തീരും. ഞാൻ ഈ കിട്ടല്ലേ വണ്ടികളുടെ തള്ളടോ തള്ളുകാരൻ. ഇതെന്നാൾ ഓസടിച്ചല്ലേ കുറച്ചേരം പണിയെടുക്കും. വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരുന്നാ തോന്നണേ. ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരുടെ തന്തമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്കേ വായിക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്നാ ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പടിയാ. ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പണിപ്പുര. അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. ഒരല്പം പഞ്ചാരയാ. റോണി സാറ് പഞ്ചാരേ, പിള്ളേരവർക്ക് പാരേ. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ടടിക്കണം എന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അവര് ബുദ്ധിമാന്മാരാ. അടിയെല്ലാം താൻ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോഴേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തത് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോൾ അവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സാപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യല്ലേ സാറേ? വല്ലവരുടെയും കുടുംബം കലക്കുന്നാടോ നല്ല കാര്യം? അർദ്ധരാത്രിയിലാണ് വാട്സാപ്പ് ചെയ്തത്. അതും 5 ഡിഫറെന്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്,
സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം? ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ? അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഇല്ലേ സാറേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയാ മറുപടി. മൗനമാണ് സാറേ നല്ലത്. ആ എന്തായാലും താജല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബാവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബി ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും വേണം. അതെ, കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനാണോ? കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നത്. ഇവിടെ തെറ്റാൻ വഴിയൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലോ ആണോ? ഇവറ്റകളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. അങ്കിളെ എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്നും ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. അങ്ങനെ ഒരു പരിഗണന അങ്കിൾക്ക് കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ല വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്കിളെ അങ്കിൾ ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാന്ന് അറിയോ? അതവരുടെ മക്കൾ പേരെടുക്കുമല്ലോ. അതെ അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ അങ്കിൾ ഭാഗ്യവാനാണ്. അയ്യോ, നിന്റെയൊക്കെ നാക്കില്ലായിരുന്ന പണ്ട് കാക്ക കൊണ്ടുപോയി. അത് തന്നെ.